നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തെക്കുറിച്ച് കേരളത്തിലടക്കമുള്ള ചില മാധ്യമങ്ങൾക്കും ഇന്നലെ വരെ ശ്രീരാമനെയും ശ്രീരാമക്ഷേത്രത്തെയും അധിക്ഷേപിച്ച് നടന്നവർക്കും ഇപ്പോൾ വലിയ ആശങ്കകളാണ്. കാണിക്കയായി കിട്ടിയതൊക്കെയും മോഷ്ടിച്ചിരിക്കുന്നുവെന്നാണ് ഇവർ കരഞ്ഞു നിലവിളിക്കുന്നത്. പരാതിയും ആക്ഷേപവുമെല്ലാം സോഷ്യൽ മീഡിയയിലാണ് കരഞ്ഞു തീർക്കുന്നത്. പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടില്ല, കോടതിയിൽ പോയിട്ടില്ല. തെരുവ് തോറും നടന്ന് വിളിച്ചു കൂവുകയാണവർ. അയോധ്യയിൽ കൊള്ള നടന്നുവെന്ന് സ്ഥാപിച്ചെടുക്കണം. തെരുവ് പ്രസംഗങ്ങളും ചാനൽ ഗോതകളിലും പത്രത്താളുകളിലുമൊക്കെ ഈ പച്ചക്കള്ളം ആവർത്തിക്കണം. തൽക്കാലത്തേക്ക് ഒരു മനസ്സുഖം. എല്ലായിടത്തും തോൽക്കുന്നതിന്റെ നിരാശ തീർക്കാനുള്ള മറ്റൊരു അടവ് നയം. അതിനപ്പുറം അയോധ്യയെ ചൊല്ലി ഉയർത്തുന്ന ഈ മുറവിളിക്ക് അടിസ്ഥാനമൊന്നുമില്ല. എന്നിട്ടും കോടാനുകോടി ആളുകളുടെ സ്വപ്നമായ ശ്രീരാമക്ഷേത്രത്തിന് മേൽ ആരോപിക്കപ്പെടുന്ന ഏത് കളങ്കവും ഗൗരവത്തോടെ കാണാനാണ് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് തീരുമാനിച്ചത്. ജനങ്ങളുടെ മനസ്സിൽ സംശയത്തിന്റെ ചെറിയ കറ പോലും ക്ഷേത്രത്തെപ്പറ്റി ഉണ്ടാകാൻ പാടില്ലെന്ന നിർബന്ധ ബുദ്ധി ട്രസ്റ്റിനുണ്ട്. രാമനാണ് ആദർശ പുരുഷൻ എന്നതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലും ശ്രീരാമൻ പിന്തുടർന്ന ധാർമ്മിക പാതയിലൂന്നി നിയമത്തെയും നിയമ സംവിധാനങ്ങളെയും മുൻനിർത്തി വ്യാജ ആരോപണങ്ങളെ നേരിടാനാണ് ട്രസ്റ്റ് തീരുമാനിച്ചത്. ജീവിതം തന്നെ വ്യാജമാക്കി തീർത്ത ചില രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളുമാണ് മോഷണം എന്ന നുണക്കഥയുമായി ഇറങ്ങിയത്. പതിറ്റാണ്ടുകളുടെ കോടതി വ്യവഹാരത്തിനും നൂറ്റാണ്ടുകളുടെ ജനകീയ പോരാട്ടത്തിനും അളവില്ലാത്ത ബലിദാനങ്ങൾക്കും ഒടുവിലാണ് ശ്രീരാമ ജന്മഭൂമിയിൽ ഭഗവാൻ രാമന്റെ ഭവ്യമന്ദിരം ഉയർന്നത്. ഇപ്പോൾ ആരോപണവുമായി രംഗത്ത് വന്നവർ അക്കാലം ഇത്രയും ചെയ്തത് നിന്ദ്യമായ രാമനിന്ദയായിരുന്നു. അവർ രാമഭക്തരെ അധിക്ഷേപിച്ചു. സന്ത് തുളസീദാസിനെയും രാമചരിത മാനസത്തെയും ആക്ഷേപിച്ചു. രാമൻ ഒരു കെട്ടുകഥയാണെന്ന ലേഖനങ്ങൾ ചമച്ചു. ജനങ്ങളെ രാമക്ഷേത്രത്തിനെതിരെ തിരിക്കാൻ വലിയ പരിശ്രമങ്ങൾ നടത്തി. മതവിദ്വേഷം സൃഷ്ടിച്ചു, കലാപങ്ങൾ ഉണ്ടാക്കി, മുതലെടുപ്പിന് ശ്രമിച്ചു. അവർ തന്നെയാണ് മറ്റെല്ലാം പാളിയപ്പോൾ വ്യാജരാഗം മൂളി ഇപ്പോൾ വീണ്ടും രംഗത്തിറങ്ങുന്നത്. അയോധ്യയിൽ ഭൂമികുംഭകോണം നടക്കുന്നുവെന്ന ദുരാരോപണവുമായി ഇതേ കൂട്ടർ 2021 രംഗത്തുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ അന്നും പരാതികളില്ല, FIR ഇല്ല. അന്തരീക്ഷത്തിൽ ആരോപണം മാത്രം പാറി നടന്നു. അത് പലരും ഏറ്റുപിടിക്കുകയും ഉച്ചത്തിൽ കൂവിയാർക്കുകയും ചെയ്തു. രാമക്ഷേത്രത്തെയും രാമജന്മഭൂമി ട്രസ്റ്റിനെയും കോടിക്കണക്കിന് രാമഭക്തരുടെ വിശ്വാസത്തെയും അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുക മാത്രമാണ് ഇത്തരക്കാരുടെ ഉന്നം. ഭക്തർ ഭഗവാൻ സമർപ്പിക്കുന്ന സമ്പത്തിനെ കാണിക്കുകയെന്നാണ് വിളിക്കുക. എന്നാൽ ഇവർ ഒരു മോഷണക്കഥ ഉണ്ടാക്കുമ്പോൾ പോലും ആ സമർപ്പണത്തെ പിരിവെന്ന് വിളിക്കാനാണ് തയ്യാറായത്. ആരോപണം ഉന്നയിക്കുന്നവർ പോലീസിലോ കോടതിയിലോ പരാതിയൊന്നും നൽകിയില്ലെന്ന് മാത്രമല്ല, ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിനോ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കോ ഒരു തരത്തിലുള്ള തെളിവും കൈമാറിയിട്ടുമില്ല. കഥയുണ്ടാക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും മാത്രമാണ് അവർ ചെയ്യുന്നത്. അതേസമയം രാമക്ഷേത്ര ട്രസ്റ്റ് അങ്ങേയറ്റം ഉത്തരവാദിത്വത്തോടെ ഈ ആരോപണങ്ങളെ നേരിട്ടു. ഒരു പരാതിയും ഇല്ലാതിരുന്നിട്ടും നിഷ്പക്ഷമായ അന്വേഷണം ഉറപ്പാക്കാൻ SIT രൂപീകരിക്കണമെന്ന് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് തന്നെ ആവശ്യപ്പെട്ടു. ട്രസ്റ്റിന്റെ അഭ്യർത്ഥന പ്രകാരം സർക്കാർ അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. ട്രസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലക്കാരനായ ചമ്പത് റായും അനിൽ മിശ്രയും ഒരു വക്കീലിന്റെയും സഹായമില്ലാതെ SITക്ക് മുന്നിൽ സ്വയം ഹാജരായി. രാജ്യത്തിന്റെ ചരിത്രത്തിൽ പൈപ്പ് കുംഭകോണവും ബോഫേഴ്സ് അഴിമതിയും നാഷണൽ ഹെറാൾഡ് മുതൽ മദ്യ അഴിമതിയും വരെയുള്ള ഏതെങ്കിലും കേസുകളിൽ ഇന്നേ വരെ ഏതെങ്കിലും ആരോപണ വിധേയർ സ്വയം SIT അന്വേഷണം ആവശ്യപ്പെട്ട ചരിത്രമില്ല. ഏതെങ്കിലും വക്കീലിന്റെ സഹായവും ഇല്ലാതെ ഒരു ഒഴിവഴികൾ പറയാതെയോ അവരാരും SITക്ക് മുന്നിലോ കോടതിയിലോ സ്വയം ഹാജരായ ചരിത്രമില്ല. അന്വേഷണം സംബന്ധിച്ച് SIT ഔദ്യോഗികമായി പ്രസ്താവനകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല. എന്നിട്ടും വ്ളോഗർമാരും സോഷ്യൽ മീഡിയയും ചില മാധ്യമങ്ങളും തോന്നുന്നതെല്ലാം വിളിച്ചു പറയുകയാണ്. അതെല്ലാം പണ്ടേ രാമക്ഷേത്ര വിരുദ്ധരായ രാഷ്ട്രീയക്കാർ ഏറ്റുപാടുകയും ചെയ്യുന്നു. അവരുടെ വാദഗതികളുടെ വിശ്വാസ്യത സംശയനിഴലിലാണ്. SIT അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. അതിന്റെ കണ്ടെത്തലുകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കുന്നതിനാവശ്യമായ തെളിവുകളുള്ളവർ അത് അന്വേഷണ സംഘത്തിന് കൈമാറുകയാണ് വേണ്ടത്. എന്നാൽ അതിന് തയ്യാറാകാതെ നിരുത്തരവാദപരമായ ആരോപണങ്ങളിലൂടെ ക്ഷേത്രത്തിന്റെ കീർത്തിയെ അപമാനിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. SITയിലൂടെ നിഷ്പക്ഷവും സ്വതന്ത്രവുമായ അന്വേഷണമാണ് UP സർക്കാർ ലക്ഷ്യമിടുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മീഷണർ, IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ, ധനകാര്യ വിദഗ്ധർ എന്നിവരടങ്ങുന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം. ആരോപണ വിധേയരിൽ ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ജീവനക്കാരും ഭാരവാഹികളും ഉൾപ്പെടുന്നതുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട വിഭാഗത്തെ തന്നെ അന്വേഷണത്തിനായി നിയോഗിച്ചത്. സാധാരണ പോലീസിനെ അപേക്ഷിച്ച് സൈബർ, ഫോറൻസിക്, ഫിനാൻഷ്യൽ ഓഡിറ്റ് തുടങ്ങിയ മേഖലകളിലെ വിദഗ്ധരും SITക്ക് ഒപ്പമുണ്ട്. വിശദമായ നിയമ നടപടികൾക്ക് ശക്തമായ അടിത്തറ നൽകുന്നതിന് അന്വേഷണ സംഘത്തെ ഇത് സഹായിക്കും. ഇപ്പോൾ SIT പോരാ എന്നാണ് രാമക്ഷേത്ര വിരുദ്ധരുടെ ആക്ഷേപം. ആരോപണത്തിന്റെ പേരിൽ പരാതി നൽകാത്തവർ SITയെ മാറ്റണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ സർക്കാർ നടപടികൾ ശരിവെച്ച് അവരുടെ നീക്കം ഇന്നലെ അലഹബാദ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. ലോകമെമ്പാടുമുള്ള രാമഭക്തർക്ക് അറിയേണ്ടത് സത്യാവസ്ഥ മാത്രമാണ്.
ഏതെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്ക് കഠിനമായ ശിക്ഷ ലഭിക്കണമെന്നും സംവിധാനത്തിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതുടൻ പരിഹരിക്കണമെന്നും എല്ലാവരും ആഗ്രഹിക്കുന്നു. അതേസമയം വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് വിശ്വാസത്തെയും ആചാരങ്ങളെയും മുറിവേൽപ്പിച്ചവർക്കും ശിക്ഷ ഉറപ്പാക്കണമെന്നും രാമഭക്തർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.